ഫ്രണ്ട്സ്, വെൽക്കം ടു Surabhi കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോറിയൻഡർ ചിക്കനാണ്. നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണിത്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇത് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില എന്നിവ കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കെട്ട് മല്ലിയില, ഒരു വലിയ ഉള്ളി, 5-6 പച്ചമുളക്, പിന്നെ ഒരു 7 അല്ലിയോളം വെളുത്തുള്ളി, അതിന് കണക്കായിട്ട് പിന്നെ വെളുത്തുള്ളിക്ക് കണക്കായിട്ട് ഇഞ്ചിയും, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇങ്ങോട്ട് എടുക്കാം. ഇവിടുത്തെ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടുത്തെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന കോറിയൻഡർ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഈ ചിക്കനിലേക്ക് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ ഈ കോറിയൻഡർ പേസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ ഇതാ ഒരു വെസൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിം ചെയ്യാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ചിക്കനിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ വെള്ളം മൂറി വരും. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ അടച്ച് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് മൂടി തുറന്നിട്ടുണ്ട്. ഇതിൽ ചിക്കനിൽ നിന്ന് ഊറി വന്നിരിക്കുന്ന വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങി. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ വളരെ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. അതുകൂടി വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് നല്ല ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഈ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. നമ്മുടെ ചിക്കൻ കുറച്ച് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം. എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോഴിതാ നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുവാണ്. തേങ്ങാക്കൊത്താണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതുപോലെ ചിക്കൻ ഫ്രൈ ആക്കി കഴിക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്തൊക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് സമയം ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾക്കിത് ഓഫാക്കി വാങ്ങി വെക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചിക്കൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കമൻറ്റ്സ് വഴി അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ. അതിൻ്റെ കൂടെയുള്ള ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കാണാം. താങ്ക്